ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും അതുള്ളത്തിൽ കൈക്കൊണ്ടാൽ ആത്മമരണം മാറും, നീതിയിൽ അവർ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം. ഓ യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്ക നാം. തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാം. യേശുവിൻ സുവിശേഷം, ദിവ്യമാം ഉപദേശം കേൾക്കുക നാം. ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവം നമ്മോട് സംസാരിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങൾക്ക് കൈമാറുകയാണ്. ദൈവത്തിന്റെ വചനം ഇരുളേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. സ്തോത്രം ചെയ്യുന്നു. കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് തേനിനേക്കാളും തേൻകട്ടയെക്കാളും മധുരമുള്ളതാണ്. ലോകപ്രകാരം ആഭരണങ്ങളെല്ലാം മാറ്റി വേർപെട്ട് ആരാധിക്കുന്ന ദൈവമക്കൾക്ക് അവ തങ്കത്തെക്കാളും പൊന്നിനേക്കാളും ആഗ്രഹിക്കത്തക്കവയാണ്. ഹൃദയത്തിനകത്ത് എത്ര കേട്ടാലും കല്ല് മനസ്സോടിരിക്കുന്നവർക്ക് പാറയെ തകർക്കുന്ന ചുറ്റുകയാണ്. ഒരിക്കലും അഴിയാത്ത ബന്ധനങ്ങളെ അഴിക്കാൻ അത് തീ പോലെ പ്രവർത്തിക്കുന്നതാണ്. എത്ര കടുംകട്ടിയായ മാരക രോഗങ്ങളെയും വചനം അയച്ച് സൗഖ്യമാക്കുന്നു. തിരുവെടുത്ത് പറയുന്നു, അത് സൗഖ്യമാക്കുന്ന വചനമാണ്. ഹൃദയത്തിന്റെ ഉള്ളറയിൽ ഭാരവും നിരാശയും വേദനയും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നവർക്ക് അത് ഇരുവയത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ദൈവത്തിന്റെ വചനം. ഈ വചനം നിങ്ങളോട് പറയാൻ ഭാഗ്യം ലഭിച്ചത് ഒരു ചെറിയ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇതൊരു വലിയ ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ തിരുവായി മൊഴിഞ്ഞ സന്ദേശം ഈ ദൂത് നിങ്ങൾക്ക് കൈമാറാൻ ലഭിച്ച മഹത് പദവി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൽ മറ്റേത് ജോലി ചെയ്യുന്നതിനേക്കാൾ, ലോകത്തിൽ മറ്റേത് വർക്ക് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ പണിയാണ് ഈ പണി. ഇവിടുത്തെ ഡോക്ടറും ഇവിടുത്തെ എഞ്ചിനീയറും ഇവിടുത്തെ നേഴ്സും ഇവിടുത്തെ അധ്യാപക വൃത്തിയും ഇവിടുത്തെ എല്ലാ ജോലിയുടെ ശമ്പളം ഇവിടെ തീരുമ്പോൾ ഈ ജോലിയുടെ ശമ്പളം കിട്ടുന്ന സ്വർഗത്തിലാണ്. ഇതിന്റെ ശമ്പളം കിട്ടുന്ന ഉയരത്തിലാണ്. ഈ പുസ്തകം ചുമക്കാൻ ലഭിച്ചത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വചനം പ്രസംഗിച്ചെടുത്തെല്ലാം രോഗികൾ സൗഖ്യമാകുന്നത് കണ്ടിട്ടുണ്ട്. വചനം പറയുമ്പോൾ ഭൂതങ്ങൾ ഇളകുന്നത് കണ്ടിട്ടുണ്ട്. ഇന്നും വചനം അതിന്റെ പ്രവൃത്തി ചെയ്യാതെ ഇവിടേക്ക് മടങ്ങി വരികയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ തിരുവഴുത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രാത്രികളിലുള്ള ദൈവപ്രവൃത്തിയുടെ ആഴങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇത് പുതുതായി വരുന്നവർക്ക് അതിന്റെ ആഴം മനസ്സിലാക്കുകയില്ല. വിശുദ്ധ ഉടമ്പടിയുടെ രാത്രി, ചതിയുടെ രാത്രി, നിലവിളിയുടെ രാത്രി, പുറപ്പാടിന്റെ രാത്രി, ബലിപീഠങ്ങളെ ഇടിച്ച രാത്രി, വെളിച്ചപ്പാടത്തെ അന്വേഷിച്ച രാത്രി, ദൈവത്തോട് വരം ചോദിച്ച രാത്രി, ശത്രുക്കളെ വളഞ്ഞ രാത്രി, സ്തോത്രഗീതങ്ങൾ പാടി ആരാധിച്ച രാത്രി, ദൈവിക സന്ദർശനത്തിന്റെ രാത്രി, ഓർമ്മയുടെ രാത്രി, ദൈവം ധൈര്യപ്പെടുത്തിയ രാത്രി, അധ്വാന ഫലം ലഭിക്കാത്ത രാത്രി, കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി, എന്നിത്യാദി രാത്രികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതിൽ എടുത്തു പറഞ്ഞത് ദൈവം ധൈര്യപ്പെടുത്തിയ രാത്രി. പൗലോസിന്റെ അനുഭവത്തിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന രാത്രി എന്ന് പറയുന്നത് തടവറയുടെ രാത്രിയാണ്. അപ്പോസ്തലരുടെ പുസ്തകം 5-ാം അധ്യായം 19-ാമത് വാക്യം. അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായം 19-ാമത് വാക്യം വായിച്ചാട്ടെ. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്ന് അപ്പോസ്തലന്മാരെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. തടവറയിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന രാത്രി. ഇതാണ് ഇന്നത്തെ ചിന്ത. തടവറ 1 പാപത്തിന്റെ തടവറ, 2 രോഗത്തിന്റെ തടവറ, 3 സാത്താന്യ ബന്ധനങ്ങളുടെ തടവറ, 4 മരണഭയത്തിന്റെ തടവറ. അപ്പൊ 4 കാരാഗൃഹവാസങ്ങൾ, 4 ചിന്തകൾ. 1 പാപത്തിന്റെ തടവറ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത് വാക്യം ഒന്ന് വായിക്കണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത് വാക്യം.
സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. മീൻസ് പാപത്തിന്റെ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത് എന്നാണ് ആ വാക്യത്തിന്റെ സാരാംശം. ഒരിക്കൽ പാപത്തിന്റെ അന്ധകാരത്തിനകത്ത് കിടന്നവരായിരുന്നു നമ്മൾ. പാപത്തിലും വെറുക്കത്തിലും അനീതിയിലും അക്രമങ്ങളിലും വ്യഭിചാരത്തിലും പകയിലും പിണക്കത്തിലും ക്രോധത്തിലും ഷാഢ്യത്തിലും ദ്വന്ദ്വപക്ഷത്തിലും അസൂയയിലും ഭിന്നതയിലും മദ്യപാനത്തിലും വിഗ്രഹാരാധനകളിലും നടന്ന് ദൈവമില്ലാതിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി തൻ്റെ ചുടുരക്തം ഒഴുക്കി തന്നതിനാൽ പാപം എന്ന ആ അസന്മാർഗികമായ അവസ്ഥയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് ഈ പകൽ മറന്നു പോകരുത്. നമ്മുടെ പാപത്തിന്റെ പരിണിത ഫലം മരണമായിരുന്നു. ഏത് മരണം? നരകമെന്ന രണ്ടാം മരണം. ഈ ശരീരത്തിന്റെ മരണമല്ല, നരകമെന്ന രണ്ടാം മരണം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പകൽ തള്ളണമായിരുന്നു. നമ്മുടെ ആരുടെയും പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ നമ്മിൽ പലരുടെയും പേരുകൾ അവിടെ എഴുതി ചേർത്തത് ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെയാണ്. വളരെ ആ കാൽവറി മരണം നിമിത്തം നമുക്ക് പാപത്തിന്റെ തടവറയിൽ നിന്ന് പാപമോക്ഷമുണ്ടായി. മറ്റു ഒരു കർമ്മമാർഗങ്ങളിലൂടെയും മറ്റു ഒരു ആചാര അനുഷ്ഠാനങ്ങളുടെയും മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരമുണ്ടാകുന്നില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. പാപം പരിഹരിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, കാൽവറിയിൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക. ഞാൻ വീണ്ടെടുത്തു, കൃപയാൽ നമ്മെ അവിടെ നിന്ന് രക്ഷിച്ചു. എത്ര പേർക്ക് ബോധ്യമുണ്ട്? പാപം പരിഹരിക്കപ്പെട്ടവര് സന്തോഷത്തോടെ ആമേൻ പറഞ്ഞാട്ടെ. അപ്പം സ്തോത്രം ചെയ്യുന്നു. പൗലോസ് പറഞ്ഞിരിക്കുന്ന ചില ചിന്തകൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യം വായിച്ചാട്ടെ. ഗലാത്യർ 5-ാം അധ്യായം 24-ാമത് വാക്യം. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. എല്ലാവരും കേൾക്കണം. എല്ലാവരും ക്രിസ്തുവേശുവിനുള്ളവരല്ല. പക്ഷെ ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ തോന്നിയ ഇഷ്ടത്തിന് കൈകൾ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ തോന്നിയ ഇഷ്ടത്തിന് നമ്മുടെ കാലുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. ക്രിസ്തുവേശുവിനുള്ളവർ, ആ വാക്ക് ശ്രദ്ധിച്ചോ, ക്രിസ്തുവിനുള്ള മണവാട്ടി, ക്രിസ്തുവിന്റെ ശരീരത്തിന് അവയവമാകുന്ന ഒരു വ്യക്തിക്ക് സ്വന്തമായി ഈ ലോകത്തിൽ പാപം ചെയ്യാൻ അനുവാദമില്ല. രാഗമോഹങ്ങളോടുകൂടെ ശരീരത്തെ ക്രൂശിച്ചിരിക്കുന്നു. എപ്പോൾ? പാപം സമ്മതിച്ച് മരിച്ചപ്പോൾ. റോമർ 6:3 യേശുവിന്റെ മരണത്തിൽ പങ്കാളിയായി നാം സ്നാനപ്പെട്ടപ്പോൾ നാം ക്രൂശിക്കപ്പെട്ടു. ഭയങ്കര സംഭവമാണ്. ഈ ദൂതിന്റെ ആഴം നമ്മെ ഭയപ്പെടുത്തുന്ന സന്ദേശമാണ്. 2 പാപമുണ്ട്. ഒന്ന് ജന്മപാപവും മറ്റൊന്ന് കർമ്മപാപവും. ജന്മപാപം, ദാവീദ് പറഞ്ഞു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഗർഭധാരണം പാപമാണോ? സ്ത്രീ പുരുഷ ബന്ധം പാപമാണോ? അല്ല. അവിടുത്തെ പാപം എന്ന് പറയുന്നത് ആദാമിന്റെ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു എൻ്റെ അമ്മ, നിങ്ങളുടെ അമ്മ. ആദാമിന്റെ കുടുംബത്തിൽപ്പെട്ട സകല സ്ത്രീകളിലൂടെയും ഉലകത്തിൽ ജനിക്കുന്ന അല്ലെങ്കിൽ ജനിപ്പിക്കുന്ന സന്തതി പാപത്തിന്റെ ചോരയുള്ള സന്തതിയാണ്. അപ്പൊ പാപത്തിൽ നമ്മൾ ജനിച്ച സകല മനുഷ്യന്റെ ഈ ബ്ലഡിനകത്ത് ആദാമിന്റെ ഒരു ജീന് കിടപ്പുണ്ട്, ആദാമിന്റെ ഒരു വൈറസ് കിടപ്പുണ്ട്, ആദാമിന്റെ പാപത്തിന് അംശം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് സകല മനുഷ്യരും യേശു ഒഴികെ ജന്മനാൽ പാപിയെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ കർമ്മപാപം, പ്രവർത്തികളിലൂടെയുള്ള പാപം, ജനിച്ചതിന് ശേഷം ശരിയും തെറ്റും മനസ്സിലാക്കിയതിന് ശേഷം കള്ളമെന്നറിഞ്ഞിട്ടും, സ്തോത്രം ചെയ്ത് മോഷണമെന്നറിഞ്ഞിട്ടും, കുലപാതകമെന്നറിഞ്ഞിട്ടും, വിഗ്രഹാരാധന എന്നറിഞ്ഞിട്ടും, വ്യഭിചാരമെന്നറിഞ്ഞിട്ടും പിന്നെയും അത് പ്രവർത്തിക്കുമ്പോൾ അത് കർമ്മപാപം.
ഈ രണ്ട് പാപവും കാൽവറി ക്രൂശിന്റെ ചുവട്ടിൽ തീരാവുന്നതേ ഉള്ളൂ. Praise the Lord. ഈ രണ്ട് പാപവും യേശുപ്പച്ചന്റെ തങ്ക ചോരയുടെ മുൻപിൽ കഴുകപ്പെടാവുന്നതേ ഉള്ളൂ. അങ്ങനെ കഴുകപ്പെട്ട ഭക്ത ശിരോമണികളാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും. ഞാൻ നിങ്ങളെ ഇന്ന് പകൽ വന്ദനം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി സംഖ്യാപുസ്തകം നമ്പർ ഇട്ട് എഴുതിക്കോണം. 15-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഒരു പാപത്തിന്റെ പട്ടിക കാണാം. നമ്മുടെ വിഷയം മറക്കരുത്. പാപത്തിന്റെ തടവറ, അതാണ് വിഷയം. വായിച്ചേ, സംഖ്യാപുസ്തകം 15:28. മതി. അബദ്ധവശാൽ വരുന്ന പാപം. ആമേൻ. അവന് വേണ്ടി സഭയുടെ ശുശ്രൂഷകൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. ഏത് പാപം? എല്ലാവരും കേൾക്കണേ. അബദ്ധവശാൽ വരുന്ന അബദ്ധം പറ്റിപ്പോയി. കേട്ടിട്ടില്ലേ? പാസ്റ്റേ, ഒരു അബദ്ധം പറ്റിപ്പോയി പാസ്റ്റേ, അറിയാതെ ഞാൻ അവിടെ പെട്ടുപോയി, അറിയാതെ ഞാൻ ആ സിനിമ കണ്ടുപോയി, അറിയാതെ ഒരു ബീഡി വലിച്ചുപോയി. അയ്യോ, അറിഞ്ഞില്ല പാസ്റ്റർ. അബദ്ധത്തിൽ സംഭവിക്കുന്നത്. ബീഡി വലിക്കുന്ന അറിയാതെയാണോ? അറിഞ്ഞിട്ടാണ്. പക്ഷേ അകപ്പെട്ടു പോയി ഒരു പ്രത്യേക സ്ഥലത്ത്, അവരുടെ കൂടെ അകപ്പെട്ടു പോയി. അബദ്ധവശാൽ വരുന്ന പാപം. ആ അബദ്ധവശാൽ വരുന്ന പാപം ദൈവസന്നിധി വരുമ്പോൾ ശുശ്രൂഷസ്ഥന യേശുവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് ക്ഷമിക്കുന്നു. അബദ്ധവശാൽ വരുന്ന പാപം. ഇനി അടുത്ത പാപം. എനിക്കിത് ഈ അബദ്ധവശാൽ എന്ന വാക്ക് തന്നെ എടുത്ത് വിവരിച്ച് പോയാൽ ഒരുപാട് സമയം പറയേണ്ടി വരും. സ്തോത്രം. ഇനി സംഖ്യാപുസ്തകം 21-ാം അധ്യായം 7-ാമത് ഒരു പാപം കാണാം. 21:7 വായിച്ചേ. ആകയാൽ ജനം, ഇസ്രായേൽ മക്കൾ മോശയുടെ അടുക്കൽ വന്ന്, ഞങ്ങൾ യഹോവയ്ക്കും അങ്ങേക്കും മോശയ്ക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. അപ്പൊ ദൈവദാസനും ദൈവത്തിനും എതിരെ സംസാരിച്ചപ്പോൾ പാപം വന്നു. അത് അബദ്ധവശാലുള്ള പാപമല്ല. പാപം ഒന്ന് ജന്മപാപം, മറ്റൊന്ന് കർമ്മപാപം. സ്തോത്രം ചെയ്യുന്നു. ജന്മപാപം ആദാമിന്റെ കുടുംബത്തിൽ പിറന്നതുകൊണ്ട് വന്നതാണ്. കർമ്മഭാഗം അറിഞ്ഞ ശേഷം മനഃപൂർവ്വം വരുന്ന പാപമാണ്. ഒന്ന് അബദ്ധവശാൽ പറ്റിപ്പോയ പാപം. അത് ശുശ്രൂഷകർ പ്രാർത്ഥിച്ചാലും മതി, ദൈവം അവരോട് ക്ഷമിക്കും, അവളോട് ക്ഷമിക്കും. 2, മോശയ്ക്കും ദൈവത്തിന് വിരോധമായി സംസാരിച്ചതിനാൽ അവർ പാപം ചെയ്തു. സംസാരത്തിലൂടെയുള്ള പാപം, സംസാരത്തിലൂടെയുള്ള പാപം. ഒരിക്കലും ആ പാപം വന്നു പോകരുത്. സംഖ്യാപുസ്തകം 22:3 ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 22-ാം അധ്യായം 34-ാമത് വാക്യം. സംഖ്യാപുസ്തകം 22:34. യെസ്. ദൂതനോട് ബിലെയാം പറയുന്നു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദൂതനോട് പറയുന്നു, നീ എനിക്ക് എതിരായി നിൽക്കുന്നു. ഈ പാപത്തിന്റെ പേരാണ് അനുസരണക്കേടിന്റെ പാപം. ദൈവം പ്രത്യേകം പറഞ്ഞു, നീ പോകരുത്, എൻ്റെ ജനത്തെ ശപിക്കാൻ നീ പോകരുത്. പക്ഷേ അവർ അനുസരിക്കാതെ അവൻ ബിലെയാം പണം കൊതിച്ചുകൊണ്ടുപോയി. പണം കൊതിച്ചുകൊണ്ടുപോയി. സംഭവിച്ചത്, ദൈവത്തിന്റെ ദൂതൻ എതിരെ നിന്നു. നമ്മുടെ യാത്രകൾക്ക്, ബിസിനസ്സുകൾക്ക്, നമ്മുടെ വരുമാന മാർഗങ്ങൾക്ക്, നമ്മുടെ ഭവന പണികൾക്ക്, നമ്മുടെ തലമുറയുടെ ഭാവിക്ക്, നമ്മുടെ കുടുംബജീവിതത്തിന്റെ നന്മയ്ക്ക് എതിരെ ദൂതൻ നിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാനും. ദൂതന് എതിരെ നിന്നാൽ ബൈദിപ്പാസ് അല്ല, കോടി കെട്ടിയ പ്രവാചകം വന്ന് പ്രാർത്ഥിച്ചാലും വിഷയത്തിന് പരിഹാരം വരില്ല. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. കർത്താവേ സൗഖ്യമാക്കണേ, അത്ഭുതം ചെയ്യണേ. കർത്താവ് മുകളിലിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ചിരിച്ചുകൊണ്ടിരിക്കുക. നീ പ്രാർത്ഥിയിര്, നിന്റെ ജോലിയല്ലേ, നീ പ്രാർത്ഥിയിര്. ഞാൻ വിടുവിക്കല, ഞാൻ എൻ്റെ ദൂതനെ അയച്ചിരിക്കുകയാണ്. ചില രോഗങ്ങൾക്ക് പുറകിൽ ദൈവത്തിൻ്റെ കരമാണ്. ചില, സ്തോത്രം ചെയ്യുന്നു, സാമ്പത്തിക അഭിവൃദ്ധിയുടെ പരാതികത്തിന് പുറകിൽ ദൈവത്തിൻ്റെ കരമാണ്. സ്തോത്രം. ചില കുടുംബ പ്രശ്നത്തിന് പുറകിൽ ദൈവത്തിന്റെ കരമാണ്. ബിലെയാമേ, നീ ഒന്ന് മനം തിരിഞ്ഞ് വന്നാ മതി. ബിലെയാമേ, നീ ഒന്ന് കരഞ്ഞാ മതി. ദൈവം പറഞ്ഞത് നീ അനുസരിച്ചാ മതി. നിന്റെ ഭവനത്തിനകത്ത് വ്യാപരിക്കുന്ന ആ പ്രതികൂലം നിന്നെ വിട്ട് മാറും. സിമ്പിളാണ്. തമ്പുരാനെ ഒന്ന് അനുസരിച്ചാ മതി. സഭാപ്രസംഗം 8:5 കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. പാപത്തിന്റെ ആഴങ്ങൾ ശ്രദ്ധിക്കൂ. ആവർത്തനം 9:16
അടുത്ത പാപം ആവർത്തനം 9:16. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവർ സ്വന്തമായിട്ട് ഒരെണ്ണത്തെ വാർത്തുണ്ടാക്കി. ഹലോ, കേൾക്കുന്നുണ്ടോ? സ്വന്തമായിട്ട് മനക്കോട്ട കെട്ടുന്ന ആളുകൾ. എൻ്റെ ഭർത്താവ് ഇന്ന് താമസിക്കുന്നതിൻ്റെ കാരണം ഇന്നതായിരിക്കാം. അവിടെ ഇന്നാളൊരു ലേഡി സ്റ്റാഫ് ഓഫീസിന് വന്നപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങനെ താമസിച്ചേ വരുമെന്ന്. മനക്കോട്ട സ്വന്തമായിട്ട് കെട്ടുകയാണ് പാപം. ഹലോ, കേൾക്കുന്നുണ്ടോ? സ്വന്തമായിട്ട് അവരെന്ത് ചെയ്തു? കാളക്കുട്ടിയെ, എല്ലാവരും കൂടെ ഉണ്ടോ? വാർത്തുണ്ടാക്കി. സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന വിഗ്രഹം പാപമാണ്. ആര് സ്വന്തമായിട്ട്? ചില ആളുകൾ ഈ തോക്കിനകത്ത് കയറി വെടിവെക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ അരുത് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇതുപോലെ സംസാരിക്കുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ ഒരിക്കലും മനക്കോട്ട കെട്ടരുത്. എൻ്റെ പരാജയത്തിന് കാരണം അവരാണ്, എൻ്റെ വീഴ്ച കാരണം ആ വീട്ടുകാരാണ്, ഈ വീട്ടുകാരാണ്, അവരാണ് ശുദ്രം ചെയ്ത്, അവരാണ് ആഭിചാരം ചെയ്ത്. നോ, എൻ്റെ മേൽ തെറ്റുള്ളത് കൊണ്ടാണ് പിശാച് എൻ്റെ മേൽ വന്നടിച്ചത്, അല്ലെങ്കിൽ എൻ്റെ പിശാച് തൊടുകയില്ലായിരുന്നു. അങ്ങനെ നിങ്ങളിലേക്ക് നോക്കി ക്രമീകരണം പ്രാപിച്ചാൽ ഉണ്ടല്ലോ, പ്രതികൂലങ്ങൾ നമ്മളെ വിട്ട് മാറും. അവർ പറയുന്നു, ഞങ്ങൾ ദൈവത്തോട് പാപം ചെയ്തു, ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അവരവർ വാർത്തുണ്ടാക്കിയ കാളക്കുട്ടിയെ അവരവർ ഉടയ്ക്കണം. ഉടച്ചില്ലെങ്കിൽ നിന്റെ കയ്യിലെത്തേണ്ട ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വഴിയിൽ ഉടഞ്ഞു പോകും. ആവർത്തിച്ച് പറയുന്നു, ഇസ്രായേൽ മക്കളുടെ കയ്യിലേക്ക് വരേണ്ട 10 കൽപ്പനകളാകുന്ന വാഗ്ദത്തം വഴിയിൽ മോശ ഉടച്ചു കളഞ്ഞതിന്റെ കാരണം ഇവർ വാർത്തുണ്ടാക്കിയ വിഗ്രഹം ഉടയ്ക്കാത്തത് കൊണ്ടാണ്. അവരവർ വാർത്തുണ്ടാക്കിയത് അവരവർ പൊട്ടിക്കണം. അതിനെ പ്രവാചകൻ വന്ന് പൊട്ടിച്ചാൽ പറ്റില്ല. ഇനി നമ്മളെ വീടുകളിൽ പ്രാർത്ഥന വയ്ക്കുന്ന ദൈവമക്കളുണ്ട്. എല്ലാ വീടുകളും പ്രാർത്ഥന വയ്ക്കണം. സ്തോത്രം. നമ്മളൊരു കവറിനകത്ത് അല്ലെങ്കിൽ ഒരു 2000 അല്ലെങ്കിൽ 1000 ചിലപ്പോൾ 500 ഉള്ളതുപോലെ നമ്മളൊരു സ്തോത്ര അയച്ച് വച്ചിരിക്കും. എന്തിനാണ്? ഇന്ന് ഒരു വലിയ പ്രവാചകനെ വിളിച്ചിട്ട് അദ്ദേഹം വന്ന് കെട്ട് പൊട്ടിച്ച് പോവും, ഞാൻ ഈ ശമ്പളം അദ്ദേഹത്തിന് കൊടുക്കും. നിങ്ങൾ ഉടയ്ക്കണം, നിങ്ങൾ പ്രതികൂലത്തെ ശാസിക്കണം. ബൈബിൾ പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവദാസന്മാർ സപ്പോർട്ട് ചെയ്യാൻ വരുന്നതാണ്. നിങ്ങൾ ഉടയൻ മൂട് പിടിക്കണം. ആവശ്യക്കാർ ശരിക്കും ആരാധിച്ചോണം, ആവശ്യക്കാർ ശരിക്കും പ്രാർത്ഥിച്ചോണം. ചില ഉടയാത്തത് ഇന്ന് പകൽ ഇവിടെ ഉടഞ്ഞു വീഴും. ചില പ്രതികൂലങ്ങൾ ഇന്ന് പകലിൽ ഇതുവരെ ഉടയാത്തതിനെ ഉടയ്ക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ ആലയത്തിനകത്ത് നിന്ന് പകലിൽ ഇറങ്ങി വന്നിരിക്കുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. വിശ്വസിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. അടുത്ത, മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താൽ അവന് വേണ്ടി ആരപേക്ഷിക്കും? എല്ലാവരും കേൾക്കുന്നുണ്ടോ? മനുഷ്യനോട് ഒരു തെറ്റ് ചെയ്തു. സർവ്വസാധാരണമായിട്ട് നമ്മളൊരാളെ വേദനിപ്പിച്ചു, ഒരാളിന് പൈസ കടം വാങ്ങിച്ചിട്ട് കൊടുക്കാതെ മതിലാടി അപ്പുറത്തെ വളയെ കൂടെ ചാടി പോയി, അവർ കണ്ടുപിടിച്ചു, വഴക്കായി, ബഹളമായി. സർവ്വസാധാരണമാണ്. കൈയൊന്നും പൊക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരാണ് നമ്മൾ, ആവശ്യങ്ങളുള്ളവരാണ് നമ്മൾ. ചിലപ്പം നമുക്ക് സമയത്ത് കൊടുക്കാൻ പറ്റിയെന്ന് വരും, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ആ തെറ്റുകൾ പറഞ്ഞു തീർക്കാം, ക്ഷമിക്കണേ, സോറി പറയാം. പക്ഷേ ദൈവത്തോട് പാപം ചെയ്താൽ ആരോട് പ്രാർത്ഥിക്കും? മനസ്സിലാവുന്നുണ്ടോ? ഗൗരവമായിട്ട് എടുക്കണം. മനുഷ്യൻ ദൈവത്തോട് ചെയ്യുന്ന പാപം, അതിൽ ഒന്നാമത്തെ പാപമാണ്. അത് വിവരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പാപം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ ഒരിക്കലും ഒരു പാപത്തിലേക്ക് വഴുതാൻ പാടില്ല. പ്രത്യേകിച്ച് അന്യഭാഷ പ്രാപിച്ചവര് ഒരു പാപത്തിലേക്ക് പോയാൽ നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പരിശുദ്ധാത്മ ഞരങ്ങുന്നു. അതിന് തക്കതായ ശിക്ഷ മരിക്കും മുമ്പ് തരും. തക്കതായ ശിക്ഷ അവിടെ ചെല്ലുമ്പോഴും കിട്ടും. നിങ്ങൾ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ ഈ ദൂതിൻ്റെ? മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താൽ ആരോട് പ്രാർത്ഥിക്കും? നമ്മൾ കാണിക്കുന്ന ഉദാസീനതകൾ, ആരാധനയിലെ ഉദാസീനതകൾ, പ്രാർത്ഥനകളോട് നമ്മൾ വൈമുഖ്യം കാണിക്കുന്നത്, ഇതെല്ലാം പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. പിന്നെ ഒരു പാപമുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. 1 ശമൂവേൽ 12-ാം അധ്യായം 23-ാമത് വാക്യം.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ. അപ്പൊ പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപം. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത്. പലപ്പോഴും പലരും ഒരുപാട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പലരും അവരവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് സുഗ്രാഹ്യമല്ല. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റുള്ള ജാതികളുടെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കണം. ഇവിടെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ദൈവമക്കൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സഹഭടന്മാരായ അഭിഷക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ ജില്ലയിലുള്ള, നമ്മുടെ രാജ്യത്തുള്ള, നമ്മുടെ സ്റ്റേറ്റിലുള്ള അഭിഷക്തന്മാർക്കും സഭകൾക്കും വേണ്ടി, സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാതെ കിടന്ന് ഉറങ്ങിയാൽ ബൈബിൾ വിളിക്കുന്നു പാപം. പൊന്നെ, എത്ര പ്രാർത്ഥന മുടങ്ങിപ്പോയവരിവിടെ ഇരിപ്പുണ്ട്. ഒരു ദിവസം 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന തീരുമാനമെടുത്ത് പോകും, 5-6 ദിവസം പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. പാപം നമ്മൾ അറിയുന്നില്ല. ദൈവത്തോട് വാക്ക് പറഞ്ഞിട്ട് അരമണിക്കൂർ പ്രാർത്ഥിക്കാം. സന്ധ്യപ്രാർത്ഥന മുടങ്ങാതെ നടത്താം. പ്രഭാത പ്രാർത്ഥന നടത്താൻ ഒരു എളുപ്പ വഴി തന്നതാണ് മോർണിംഗ്. അതിന് പോലും കയറുന്നില്ല. അപ്പോഴേ മനസ്സിലാകാം ഇവരെന്തുമാത്രം പ്രാർത്ഥിക്കുമെന്ന്. സ്തോത്രം പറ. കരമുയർത്തി രാമൻ പറഞ്ഞാട്ടെ ശക്തിയോടെ. പോരാ, ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപം തന്നെയാണ്. തീർന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി ഒരു 5 ടൈപ്പ് പാപങ്ങൾ. 1, യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത് വാക്യം പറഞ്ഞു. ഇതിനൊന്നിലും ഇയ്യോബ് ആധരങ്ങളാൽ പാപം ചെയ്ത്. ആധരങ്ങളാലുള്ള പാപം ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആധരങ്ങളാലുള്ള പാപം. നമ്മൾ തിമോഥെയോസ് ലേഖനത്തിൽ വായിക്കുന്നത് അവരുടെ വാക്ക് എന്തോന്ന് പോലെ അർബുദവ്യാധി, ക്യാൻസർ പോലെ എന്ന് പറഞ്ഞാൽ അവരുടെ നാവിലൂടെ വരുന്ന ശബ്ദം, ആമേൻ, മാരക രോഗം പോലെ പരിണമിക്കുമെന്ന് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പ്രത്യേകിച്ച് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അധരങ്ങളെ ശരിക്കും നിങ്ങൾ കയറിയതേ പറ്റൂ. നാട്ടുകാർക്ക് എന്തും പറയാം. അവർക്ക് വ്യവസ്ഥയില്ല, പ്രമാണമില്ല. അവർ നരകത്തിലെ ആടുകളാണ്. പക്ഷെ നമ്മൾ വേർപെട്ടവരാണ്. നമ്മുടെ നാവിനെ വീട്ടിനകത്ത് നമ്മൾ സൂക്ഷിക്കണം. ആദ്യം 2 നാട്ടിൽ സൂക്ഷിക്കണം, 3 സഭയിൽ സൂക്ഷിക്കണം. 1 എഴുത്, അങ്ങനെ തന്നെ എഴുത്. 1 വീട്ടിൽ, 2 നാട്ടിൽ, 3 സഭയിൽ. ഈ 3 മേഖലയിലും നമ്മുടെ നാവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്തോത്രം പറയുമ്പോൾ പറയാത്ത മിണ്ടാതിരുന്ന്, വചനം പറയുന്നില്ല, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ആമേൻ. അപ്പം മിണ്ടേൻ്റെ അടുത്ത് മിണ്ടില്ല, മിണ്ടേൻ്റെ അടുത്ത് മിണ്ടും. എവിടാ മിണ്ടരുതാത്തത്? പറ. അശുദ്ധന്മാരുടെ നടുവിൽ. ബൈബിൾ പറയുന്നു നിങ്ങളുടെ മുത്ത് പന്നികളുടെ ഇടയിലിരുത്. പന്നികൾ എന്ന് പറയുന്നത് അശുദ്ധിയിൽ ജീവിക്കുന്ന ജാതികളെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പം അവരുടെ ഇടയിൽ ചെന്ന് നമ്മൾ സഭയിലെ കാര്യങ്ങളോ, നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം, ഭാര്യയുടെ കാര്യം, മക്കളെ കാര്യം, കുടുംബക്കാരും ഒന്നും പറയരുത്. ശ്രദ്ധിക്കണേ. പ്രത്യേകിച്ച് നിങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം ഈ ചിന്ത. ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കേൾക്കെ ഒരിക്കലും നിങ്ങൾ സഭയ്ക്ക് നേരെയോ ദൈവദാസന്മാർക്ക് സംസാരിക്കരുത്. സംസാരിച്ചാൽ നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ ദൈവദാസന്മാരും അവർ ബഹുമാനിക്കില്ല. മകനെ നീ മടങ്ങി വരണം. എനിക്കറിയാം ഉപദേശി ആയിരുന്നു. എൻ്റെ അമ്മ പണ്ട് വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടതാ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിവിട്ടു പോകും. അത് നമ്മുടെ ഉപദേശം മാത്രമല്ല, ഒരു ഉപദേശിമാരെയും അവർ അംഗീകരിക്കില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിവിട്ടു പോകും. അത് ഒരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ നാവിനെ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞേ. ഇനി സങ്കീർത്തനം 39:1. പെട്ടെന്ന് നിങ്ങൾക്ക് ക്ഷീണം വരാത്തൊരു ദൂതാണ്. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ അപ്പം വഴികൾ സൂക്ഷിച്ചെങ്കിലേ നാവിൽ പാപം വരാതിരിക്കുകയുള്ളൂ. ഇനി സഹോദരന്മാരുടെ നാവിൽ നിന്ന് പാപം വരുന്നത് എപ്പോഴെന്നറിയാമോ? കോപം മൂക്കുമ്പോഴത്തേക്ക് പണ്ട് നമ്മൾ കളഞ്ഞ പാപം, ചീത്ത വാക്ക്. അതിന് മലയാളത്തിൽ വേറൊരു വാക്കുണ്ട് ചീത്തയ്ക്ക്. എന്താണ്? പള്ള്. ഇപ്പോഴങ്ങനെ പള്ളൊന്നും കേൾക്കാനില്ല അല്ലേ? അവൾ എന്നെ പള്ളു വിളിച്ചു. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും?
ഇപ്പം സ്റ്റാൻഡേർഡ് കൂടി ചീത്ത അല്ലേ? കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കൂടിയപ്പം ഡിക്ഷണറിയിലില്ലാത്തൊരു ഭാഷ. ഇപ്പം കുറച്ചുകൂടെ കൂടിയപ്പം മറുഭാഷ അല്ലേ? അപ്പൊ പള്ള്, ചീത്ത, പിന്നെ ഡിക്ഷണറി ഇല്ലാത്ത വാക്ക്, ഇപ്പൊ എന്തായി? മറുഭാഷയായി. ഒരു അടി അടിച്ച ഞാൻ മറക്കും, അടിച്ചു നോക്കണം, അപ്പൊ അറിയാൻ മറക്കുമെന്ന്. പക്ഷെ അവള് അല്ലേ? ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനുഷ്യരാണ്. ബൈജു ബാലകൃഷ്ണ ഉൾപ്പെടെ പറയുന്നു, കുറവില്ലാത്ത ഒരുവരും ഭൂമിയിലില്ല. പക്ഷേ നമ്മുടെ അധരത്തെ നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ അധരത്തെ നമ്മൾ കാക്കണം. നമ്മുടെ അധരം കൊണ്ട് പാപം ചെയ്യരുത്. ഹല്ലേലൂയ. നാവ് കൊണ്ട് പാപം ചെയ്യരുത്. നാവ് കൊണ്ട് എന്ത് ചെയ്യരുത്? എൻ്റെ ശുശ്രൂഷ നിങ്ങൾക്കറിയാം. ഞാൻ നിങ്ങളെ വീടുകളിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, ഫാമിലി ആയിട്ട് വരുമ്പോൾ പരസ്പരം ഭാര്യയും ഭർത്താവിനെയും കൈപിടിച്ച് കൊടുത്ത് ക്ഷമയൊക്കെ ചോദിപ്പിച്ച്, കൈയൊന്നും പൊക്കരുത്, ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അങ്ങനെയുള്ളവരെ, ക്ഷമ ചോദിപ്പിച്ച് തീരുമാനം എടുപ്പിക്കാറുണ്ട്. എന്തിനെന്നറിയാമോ? നാവിന്ന് വന്ന വാക്കുകൾ എന്ത് ചെയ്യുന്ന വേണ്ടിയാണ്? ഏറ്റുമറച്ചിലൂടെ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് പരിഹരിക്കപ്പെടുമ്പോൾ അപ്പനൊരു സന്തോഷം, അമ്മയ്ക്കൊരു സന്തോഷം. അമ്മമാരൊക്കെ കണ്ണുകൾ നിറഞ്ഞു കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ എൻ്റെ മോൻ എന്നോട് ക്ഷമ ചോദിച്ചല്ലോ, എൻ്റെ മോൾ എന്നോട് ക്ഷമ ചോദിച്ചല്ലോ. സ്തോത്രം. അപ്പോൾ പല സഹോദരന്മാരും പ്രാർത്ഥിക്കുന്നു, പാസ്റ്ററെ ഒന്നുകൂടെ ആ ദൂതൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് പാസ്റ്ററെ, ഇന്നെങ്കിലും ഇത്തിരി സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. അതില് ബൈബിളിനകത്ത് കൂടുതലും ഈ നാവിൻ്റെ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് ആൻറ്റിമാരെയാണ്. അപ്പൊ ഈ പിള്ളേരില്ലേ, സ്ത്രീകളെയാണ്. അത് 18 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീയാവും, പെണ്ണുങ്ങളെയാണ്. ആമേൻ. സ്ത്രീ ജനമായി പിറന്നവരെയാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അവരെ കുറിച്ച് ഒരു വാക്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ ഉപദേശമുള്ള സഭയായതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വിഷമിപ്പിക്കാനൊന്നുമല്ല. 1 തിമോഥെയോസ് 5-ാം അധ്യായം, പെട്ടെന്ന് നോക്കുകയാണ് എന്താണ് ആ വാക്യം. 12-ാമത് വാക്യം എടുത്തേ. 1 തിമോഥെയോസ് 5-ാം അധ്യായം, അത് തന്നെ വാക്യം. ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക്, രക്ഷിക്കപ്പെട്ടപ്പോൾ നല്ല വിശ്വാസം, ഭയങ്കര ഭക്തി, ഒന്നും അനാവശ്യം പറയില്ല. അപ്പൊ പിന്നെ എന്താ സംഭവിച്ചത്? ഇപ്പോ ശിക്ഷാവിധി ഉണ്ട്. പിന്നെ അടുത്ത, അത്രയുമല്ല, അവർ വീട് തോറും നടന്ന് മെനക്കെട്ട് വാനും, ഏത് വാനും? ടെമ്പോ വാന നോക്കി വായരെ. അവർ വീട് തോറും നടന്ന് മെനക്കെടുവാനും ശീലിക്കും. മെനക്കെട്ടു മാത്രമല്ല, വായാടികളും. പുരുഷന്മാർ എവിടെയെങ്കിലും വായാടന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ? ഞാൻ മൊത്തം നോക്കി കിട്ടിയില്ല. അവർ വായാടികൾ. ആരെയാണ് പറഞ്ഞിരിക്കുന്നത്? എന്നെ ശ്രദ്ധിക്കൂ, ആരെയാ പറഞ്ഞിരിക്കുന്നത്? അവരെ, നമ്മളെയൊന്നും അല്ല, അപ്പുറത്തെ സഭക്കാരെ. നമ്മൾ തന്നെയാണ്, ഞാനാണ്. ഏറ്റെടുക്കണം. സഹോദരന്മാർ പറഞ്ഞത് എൻ്റെ ഭാര്യയാണ്. അത് അവരവർ പറയണേ, ഇത് എൻ്റെ ഭാര്യയാണ്, വായാടി. നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ തലയും അത് ശരീരവുമാണ്. അവരുടെ തെറ്റൂടെ നിങ്ങൾ പറയണം, കർത്താവെ ക്ഷമിക്കണമെന്ന് പറയണം. നിങ്ങൾ പറയണം, അത് ഞാനാണ്, മറ്റൊരാളല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞത് ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. അകത്ത് ദേഷ്യം തന്നെയാണ്. സ്തോത്രം. അപ്പൊ നാവ് കൊണ്ട് പാപം ചെയ്യരുത്. രണ്ടാമത്തെ പാപം ഹൃദയം കൊണ്ടുള്ള പാപം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത് വാക്യം. 1 നാവ് കൊണ്ടുള്ള പാപം, 2 ഹൃദയം കൊണ്ടുള്ള പാപം. എന്നാൽ വിരുന്നുകാള് വട്ടം നിൽക്കുമ്പോൾ യോബ് തന്റെ പുത്രന്മാര് പാപം ചെയ്ത് കണ്ടോ, ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോകും. മക്കൾ, സ്വന്തം മക്കൾ ഹൃദയം കൊണ്ട് പാപം ചെയ്ത് ദൈവത്തെ ത്യജിക്കുമോ എന്ന് ഭയപ്പെട്ട് അവർക്കൊണ്ട് പ്രത്യേക ആരാധന നടത്തി യാഗമർപ്പിച്ചു യോബ് ഭയങ്കര ധനാഠ്യനായിരുന്നു. കേൾക്കുന്നുണ്ടോ? യോബ് ആരായിരുന്നു? ധനാഠ്യനായിരുന്നു. കോടിക്കണക്കിന് സ്വത്തിന്റെ ഉടമയായിരുന്നു. 3000 ടൂറിസ്റ്റ് ബസ്സുള്ള ആളായിരുന്നു. ആര്? 3000 ടൂറിസ്റ്റ് ബസ് കേട്ടിട്ടില്ലേ? 3000 ബസ് ഒരുത്തന്.
അന്ന് ബസ്സും കാറും ലോറിയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അന്ന് JCB ഇല്ല. അന്നുള്ളത് ഒട്ടകമാണ്. അന്നത്തെ ഏറ്റവും ഹൈടെക് യാത്രാ സൗകര്യമുള്ള വാഹനം ഒട്ടകമാണ്. മനസ്സിലാവുന്നുണ്ടോ? കുതിര ഒട്ടകത്തിന് താഴെ നിൽക്കും അന്ന്. എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൽ യാത്ര ചെയ്യുന്ന 2 പേരാണ്, ഡ്രൈവറും പിന്നെ ഒരാളും. നല്ല കാശ് കൊടുക്കണം. 3000 ഒട്ടകമുള്ള വമ്പം മുതലാളിയായിരുന്നു ആര്? ഇയ്യോബ്. ആ മനുഷ്യന് ഒട്ടകത്തെ നോക്കി ആടുമാടുകൾ 7000 14,000 എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കാളകളും ആടുമാടുകളും. അത്രയും ധനാഠ്യൻ. ഈ ഓഫീസിനകത്ത് കണക്ക് നോക്കി ഇതൊക്കെ പൂട്ടിക്കെട്ടുമ്പോൾ എന്ത് സമയം എടുക്കും? അതിൻ്റെ ഇടയിൽ എപ്പോഴാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം? ഇയ്യോബ് കൂടെ ബർത്ത്ഡേ ആകുമ്പം വിരുന്ന നാളുകൾ വട്ടം നിറയുമ്പോൾ കേക്ക് മുറിച്ചെന്നല്ല, കേക്ക് മുറിക്കുന്നത് തെറ്റൊന്നുമല്ല. ബർത്ത്ഡേക്ക് അവർ ആഘോഷിച്ച് ബലൂണ് കെട്ടിയെന്നല്ല, ബർത്ത്ഡേക്ക് അവരെ തുള്ളിച്ചാടിയെന്നല്ല, അവരെ ആളയച്ച് അവരായിരുന്ന രാജ്യങ്ങളിൽ നിന്ന് വിളിച്ചു വരുത്തി അവർക്കൊരു പ്രത്യേക ആരാധന കഴിച്ചു. അതുകൊണ്ട് ദൈവമക്കൾ ദൈവത്തിന് നന്ദി പറയേണ്ടത് ആരാധനകളുടെ ആകണം. ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത് ആരാധനകളുടെ ആകണം. നിങ്ങൾക്ക് ദൈവം 1 വർഷം കൂടെ തരുമ്പോൾ പറയണം, കർത്താവേ, എനിക്ക് എൻ്റെ മക്കൾ പാപം ചെയ്യാതെ ജീവിച്ചതാണ് എൻ്റെ സന്തോഷം. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പാപം ചെയ്യാതെ ജീവിക്കുന്നതാണ് നിങ്ങളുടെ അഭിമാനം. കരമുയർത്തി തലമുറകളുള്ള മാതാപിതാക്കൾ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. സ്തോത്രം. അപ്പൊ 1 നാവിനാലുള്ള പാപം, 2 ഹൃദയത്തിലുള്ള പാപം, 3 സങ്കീർത്തനം 4:4, 4-ാം സങ്കീർത്തനം 4-ാമത് വാക്യം. ആ കിടക്കയിലുള്ള പാപം. 1 നാവിലുള്ള പാപം, 2 ഹൃദയത്തിലുള്ള പാപം, 3 കിടക്കയിലുള്ള പാപം. ഈ കിടക്കയെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നത് വിവാഹം എല്ലാവർക്കും മാന്യം അല്ലേ? വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക വിവാഹ കുടുംബജീവിതമാണ് ദൈവം നൽകിയ വിശുദ്ധ ബന്ധം. മറ്റുള്ള ഒരു കിടക്കകളെയും ബൈബിൾ അംഗീകരിക്കുന്നില്ല. അവിടെ എഴുതി ദുർനടപ്പുകാരെയും അഹങ്കാരികളെയും ദൈവം ന്യായം വിധിക്കും. വിവാഹേതര ബന്ധങ്ങൾ പെരുകുന്ന ഈ കാലത്ത്, പാപത്തിൻ്റെ ആഴം പെരുകുന്ന കാലത്ത്, പണ്ട് ബോംബെയിലും ദുബായിലും സ്തോത്രം ദൈര എന്ന പട്ടണത്തിലും, നമ്മുടെ സ്തോത്രം ഇന്ത്യയിൽ ബോംബെയാണ് പാപത്തിൽ പേരുകെട്ട വ്യഭിചാര കേന്ദ്രങ്ങൾ. ഇന്ന് തിരുവനന്തപുരത്ത് ഈ കേന്ദ്രം വന്നു കഴിഞ്ഞു. ഇന്ന് ഡൽഹിയിൽ ഇത് വന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും ഈ പാപത്തിൻ്റെ വേശ്യാവൃത്തി സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹോമോസെക്സുവാലിറ്റി, ആണാണോട് പെണ്ണോട് പാപം ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ലോകം മാറിക്കഴിഞ്ഞു. യൂറോപ്യൻ പാശ്ചാത്യ ക്രൈസ്തവ രാജ്യങ്ങളിൽ ഇത് അനുവദിച്ചു കഴിഞ്ഞു. കാരണം യേശുവിൻ്റെ വരവിൽ ഇത് ഉണ്ടാകുമെന്ന് പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. കാഹളം ധ്വനിക്കുമ്പോൾ ഇങ്ങനെ അശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരാൾ പോലും എടുക്കപ്പെടുകയില്ല എന്ന് പുസ്തകം ആധികാരികത പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദുർനടപ്പുകാരോ വ്യഭിചാരികളോ ആരെങ്കിലും കണ്ടാൽ നിങ്ങൾ പറയണം, പാപം ചെയ്യരുത്. കിടക്കയിലുള്ള 1-ാമത്തെ പാപം അവിഹിത ബന്ധത്തിലെ പാപം, ശാരീരികമായ പാപം. 2-ാമത്തെ പാപം കിടക്കയിൽ കിടന്നുകൊണ്ടാണ് പല ഭാര്യ ഭർത്താക്കന്മാരും മറ്റുള്ളവർക്കെതിരെ സംസാരിക്കുന്നത്. കിടക്കയിൽ കിടക്കുമ്പോഴാണ്. ഇന്ന് രാവിലെ ഞാൻ ജോലിക്ക് വന്നപ്പോൾ അവ എന്നെ കല്ലെടുത്തെറിഞ്ഞു എന്നാൽ അപ്പോൾ അവൾ പറയും, നാളെ ചോദിച്ചിട്ട് എന്നെ കാര്യം. ഫോർ എക്സാമ്പിളാണ്. പലപ്പോഴും ബെഡ്റൂമിനകത്ത് വരുമ്പോഴാണ് വൈരാഗ്യ മനോഭാവങ്ങൾ, കുടുംബത്തിലെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് കിടക്കയിൽ പാപം ചെയ്യുന്നത്. ഇന്ന് പകലിൽ നിങ്ങളുടെ റൂമിനകത്ത് ദൈവസാന്നിധ്യം ഉണ്ടാകട്ടെ. പാപമില്ലാത്ത ഒരു കുടുംബജീവിതം, പാപമില്ല. ഞാനിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ഫാമിലി സെമിനാറിന് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. ഞാൻ എവിടെയോ ഫാമിലി സെമിനാറിന് ക്ലാസ് എടുത്തത് യൂട്യൂബ് വഴി ദൈവദാസൻ കണ്ടു. പഴയകട അസംബ്ലി സോണിൽ അദ്ദേഹം ഒരു ഫ്ലക്സൊക്കെ വെച്ച് അത്യാവശ്യം നല്ലൊരു കൂട്ടായ്മയാണ്. ഭാര്യ ഭർത്താക്കന്മാരെ മാത്രം ഇരുത്തി ഒരു ക്ലാസ് നടക്കുകയാണ്. UK-യിലായിരുന്ന സമയത്ത് സ്തോത്രം വെസ്റ്റേൺ സൂപ്പർമെയറിൽ ഒരു ഫാമിലി സെമിനാർ നടന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കൂട്ടക്കരച്ചിലായി.
ഭയങ്കര കരച്ചിലായി ഭാര്യ ഭർത്താക്കന്മാര്. അന്നാണ് പല രഹസ്യങ്ങളും പുറത്തു വന്നത്. ഇന്ന് പകലിൽ ആരോടും പറയാതെ ജീവിതത്തിനകത്ത് തകർച്ചകളാൽ ഭാരപ്പെടുന്ന സ്തോത്രം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം നിങ്ങളെ ശുദ്ധീകരിക്കും. കിടക്കയിൽ പാപം ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി യെശയ്യാവിന്റെ പ്രവചനം 42-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ദൈവത്തോടുള്ള പാപം, ഒന്ന് നാവിനാലുള്ള പാപം, രണ്ട് സഹോദരന്മാരും കൂടെ എടുത്ത് വായിച്ച മാറി യെശയ്യാവ് 42:24. ഒന്ന് നാവിനാലുള്ള പാപം, രണ്ട് ഹൃദയം കൊണ്ടുള്ള പാപം, മൂന്ന് കിടക്കയിലുള്ള പാപം, നാല് ദൈവത്തോടുള്ള പാപം. അവനോട് ദൈവത്തോട് നാം പാപം ചെയ്തു പോയി. എല്ലാവരുടെ കേൾക്കണേ, ദൈവത്തോട് ചെയ്യുന്ന പാപം, ദൈവത്തോടുള്ള പാപം. ദൈവത്തോടുള്ള പാപമാണ് ആത്മീയതയിലുള്ള പാപം. കേൾക്കുന്നുണ്ടോ? ഇത് നമുക്ക് അല്പം ക്ഷീണം വരുത്തുന്ന ദൂതാണ്. പക്ഷെ ഈ ദൂത് നിങ്ങൾ ശരിക്കും കേട്ട് അയവിറക്കിയാൽ ഭയങ്കര വിടുതലാകും. സാത്താനും അറിയാം, പാപത്തിന്റെ ദൂത് ജനം കേട്ടാൽ ജനം വിടുവിക്കപ്പെടുന്നു. സാത്താൻ അറിയാം. അതുകൊണ്ട് ആമേൻ 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 സ്നാനപ്പെട്ട് ഞാൻ യേശുവിനെ എൻ്റെ രക്ഷകൻ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നതിന് മുൻപ് സ്നാപകൻ ചോദിച്ചു, ഈ യേശുവിനെ നീ വിശ്വസിക്കുന്നുവോ? അതേ, വിശ്വസിക്കുന്നു. രണ്ട്, യേശുവിന് വേണ്ടി ആമേൻ മരണപര്യന്തം വിശ്വസ്തന ജീവിതം തീരുമാനിക്കുന്നുവോ? അത് തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ട് കയറിയിട്ട് ചെയ്യുന്ന പാപം എന്ന് പറയുന്നത് മരണപര്യന്തം ഞാൻ വിശ്വസ്തനായി ജീവിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുള്ള പ്രതിഷേധത്തിന്റെ അടയാളമാണ് പാപം. ഹല്ലേലൂയ. കയ്യിനോടൊരിക്കൽ ദൈവം പറഞ്ഞു, നീ ആരാധിച്ചതൊക്കെ ശരി തന്നെ, നിനക്കുള്ള പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് യാഗം അർപ്പിച്ചത് ശരി തന്നെ, പക്ഷെ നീ ശരിയല്ല. നിന്റെ യാഗവസ്തു കൊള്ളാം, പക്ഷെ നീ ആള് ശരിയല്ല. ഇവിടെ വായിക്കുന്നു, ദൈവം കയ്യിനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ആരാധിക്കാൻ വരുന്ന നമ്മിൽ ദൈവം പ്രസാദിക്കണം, അല്ലെങ്കിൽ ദൈവത്തോട് നാം ചെയ്യുന്ന പാപമാണ്. ഒരു ആമേൻ പറഞ്ഞാട് ദൈവമക്കൾ, ആമേൻ പറഞ്ഞാട് ദൈവമക്കൾ. ഈ പകൽ ഹൃദയം തുറന്ന് എത്ര സന്തോഷിക്കാൻ പറ്റുന്ന ദൂത് കേൾക്കുമ്പം സന്തോഷം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. പക്ഷെ നിങ്ങളുടെ മനസ്സിനകത്തൊരു വേദന വരുന്നെങ്കിൽ അത് ബുദ്ധിമുട്ടായി മാറും. കർത്താവ് എന്നോട് സംസാരിച്ചല്ലോ, ഒത്തിരി പാപം ചെയ്തു ദൈവത്തോട്, എന്നോട് ക്ഷമിക്കണമേ എന്ന് കണ്ണുകൾ നിറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. സ്തോത്രം. അപ്പോൾ അഞ്ചാമത്തെ പാപം കണ്ണാലുള്ള പാപം. ഒന്ന് നാവിനാലുള്ള പാപം, രണ്ട് ഹൃദയം കൊണ്ടുള്ള പാപം, മൂന്ന് കിടക്കയിലുള്ള പാപം, നാല് ദൈവത്തോടുള്ള പാപം, അഞ്ച് കണ്ണാലുള്ള പാപം. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാമത് വാക്യം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാമത് വാക്യം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം ഗർഭം ധരിച്ച്, പാപം മുഴുത്തിട്ട്, പാപം വളർന്നിട്ട് മരണത്തെ പ്രസവിക്കുന്നു. അപ്പൊ മോഹം വരുന്നത് എങ്ങനെയാണ്? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? മോഹം വരുന്നത് എങ്ങനെയാണ്? കണ്ണിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഈ വായു നോക്കി, ആ പദം തെറ്റല്ല കേട്ടോ, ക്ഷമിക്കണേ. വായു നോക്കികൾ ഇഷ്ടം പോലെ പെരുകുന്ന കാലമാണ്. വായു നോക്കികൾ, ആ പദം തെറ്റല്ല കേട്ടോ. വായു നോക്കികൾ കേട്ടിട്ടില്ല? വായു നോക്കികൾ എന്ന് പറഞ്ഞാൽ ചേട്ടനെ കണ്ട ആ പെണ്ണ് മര്യാദയ്ക്ക് പോയതാണ്, അപ്പോഴാണ് അറിഞ്ഞത് ബമ്പർനാരിപ്പെടുത്തിയിരിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ആ ചെറുക്കൻ മര്യാദയ്ക്ക് പോയതാണ് സ്കൂൾ വിട്ട്, എന്നാലും അവൻ പയ്യ. സ്വോത്രം. ഒരു മനുഷ്യനെ നോക്കുന്നത്, ഒരാളിൻ്റെ സൗന്ദര്യത്തെ കാണുന്നത് തെറ്റല്ല, പക്ഷെ അത് ആസ്വദിക്കുന്നതും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതുമാണ് പാപം. ഒന്നുകൂടെ പറയുന്നു, ഒരു മനുഷ്യനെ കാണുന്നതും സൗന്ദര്യത്തെ നോക്കുന്നതും തെറ്റല്ല, അത് ആസ്വദിക്കുന്നതും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് പാപമാണ്. കല്യാണം കഴിഞ്ഞവർക്കും കല്യാണം കഴിയാത്തവർക്കും എല്ലാവർക്കും ഈ സന്ദേശം അഭികാമ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഗൗരവമായി നമ്മൾ എടുക്കണം ഇന്ന് പകലിൽ. കണ്ണാലുള്ള പാപം. യേശുവിന്റെ വാദം കാണുന്നില്ലേ വാർത്താ മാധ്യമങ്ങളിൽ?
ഇന്ന് ലോകത്തിൽ ഇത്രയും പാപം ഉയർന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നു സോദോം ഗോമോറയിൽ അന്ന്, ഉണ്ടായിരുന്നു നോഹയുടെ കാലത്ത്. പ്രളയത്താൽ മൊത്തം ദൈവം നശിപ്പിച്ചതാണ്. വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് ഭൂമിയെ ദൈവം. ഇന്നത്തെ കാലത്തപ്പോ ഒരു കാലം ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കല്യാണങ്ങൾക്കൊക്കെ ആളുകൾ ഒരുമിച്ച് കൂടുമ്പം ഒരുപാട് 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 അടുത്ത് ഇടപഴകുന്ന കണ്ടിട്ടുണ്ട്. ഒരുപാട് കൂടുതൽ അടുത്ത് ഇടപഴകേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യത്തിന് മതി ബന്ധങ്ങൾ. കൈകൊടുക്കലും സ്നേഹിക്കലും തലോടലും എല്ലാം ആവശ്യത്തിന് മതി. സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പൊന്നു ദൈവമക്കൾ, ആദരവോടെ ഞാൻ പൊതുവിൽ പറയുന്ന സന്ദേശം ആരും വിഷമിക്കാൻ പറയുമല്ല. പൊതുവിൽ കേൾക്കുന്ന സന്ദേശം, കണ്ണുകളെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമാണ്. കണ്ണുകളെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമാണ്. കണ്ണുകളെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമാണ്. ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്. കണ്ണ് ചൊവ്വുള്ളതല്ലെങ്കിൽ ശരീരം മുഴുവൻ ഇരുട്ടുള്ളതായിരിക്കും. എൻ്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ കണ്ണുകളെ അന്ന് ഹവ്വയ്ക്കും സംഭവിച്ചതാണ്. കാണാൻ ഭംഗിയുള്ള പഴത്തെ ആകർഷിപ്പിച്ചു സാത്താൻ, വഞ്ചിച്ചു. കാണാൻ കൊള്ളാകുന്നതിനെ ആകർഷിപ്പിക്കുമ്പോൾ വീണ് പോകരുത്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ എൻ്റെ അടുക്കൽ വന്ന് പൊട്ടിക്കരഞ്ഞു. ഞാൻ അമ്മയുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴും ആ ഫ്രെയിം ചെയ്ത് വെച്ച വലിയ ഫോട്ടോയുടെ മുമ്പിൽ കരയുന്നു. പാസ്റ്റർ, എൻ്റെ മോൻ ഇരിക്കുന്ന കണ്ടോ പാസ്റ്റർ? ഞാൻ ഓമനിച്ച് വളർത്തി എൻ്റെ മോൻ. ഏതോ ഒരു വായി നോക്കി പെണ്ണിൻ്റെ പുറകെ പോയി, അവൾ ചതിച്ചു, അവൻ കയറി ചത്തു. എനിക്ക് എൻ്റെ മോൻ നഷ്ടപ്പെട്ടു പോയി പാസ്റ്ററേ. ഹല്ലേലൂയ. 18, 14, 16, 17, 20 വയസ്സുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം കൺമോഹത്തിലൂടെ വന്ന പാപമാണ്. നിങ്ങൾ നോക്കി, ഒരു 5 വർഷമാകുമ്പം കർത്താവ് വന്നില്ലെങ്കിൽ ആത്മഹത്യയുടെ എണ്ണം ഇവിടെ ഇഷ്ടം പോലെ വർദ്ധിക്കുന്നു നമ്മുടെ നാട്ടിൽ. അത് വരാതിരിക്കാനാണ് ഇതുപോലുള്ള സന്ദേശങ്ങൾ പൊളിച്ചു പറയുന്നത് സഭയിൽ. ഇതുപോലുള്ള സന്ദേശമൊന്നും ഒരു സഭയിലും പ്രസംഗിക്കാറില്ല. ഞാൻ ഒരുപാട് ആത്മീയത്തിൽ വളർന്നയാളാണ്. ആളുകളെ സുഖിപ്പിച്ച് സന്തോഷിപ്പിക്കുന്നു. ഇതാ വിടുതൽ പ്രാപിച്ചോ, സൗഖ്യം പ്രാപിച്ചോ, ഇത് മാത്രമേ ഉള്ളൂ എല്ലായിടത്തും. പക്ഷെ അതല്ല നമുക്ക് ആവശ്യം. നമ്മൾ നിത്യതയിൽ എത്തണമെങ്കിൽ ഈ ദൂത് നമ്മൾ അയവിറക്കണം. ഹല്ലേലൂയ. ഒന്ന് ഇന്ന് പകൽ ചിന്തിക്കാമോ നമ്മുടെ കണ്ണുകളെ? യേശുവിൻ്റെ വചനം, നമ്മുടെ കണ്ണുകൾ ഒന്ന് ഈ കാര്യത്തിൽ സഹോദരിമാർ പെൺപിള്ളേർ കുഴപ്പമുണ്ടെങ്കിലും കൂടുതലും കുഴപ്പം പുരുഷന്മാർക്കാണ്. സത്യമാണ് ഈ പറയുന്നത്. ഈ കാര്യത്തിൽ കൂടുതൽ കുഴപ്പം അവരെ പറഞ്ഞു ഇപ്പൊ നമ്മളെ മണ്ടയ്ക്ക് വന്നല്ലേ. പിന്നെ പ്രൈസ് ദി ലോർഡ്. ഈ വിഷയത്തിൽ നമ്മൾ ഒരുപാട് ശരിയാകണം. സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്ക് നമ്മെ ഒന്ന് ശോധന ചെയ്യാം. ശ്രേഷ്ഠ ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ ഒരുക്കിയെടുത്ത് അക്കരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയാണ്. ഇന്ന് പകലിൽ നിത്യതയിൽ എത്തുവാൻ തടസ്സമായുള്ള പാപങ്ങളോട് വിട പറയണം. വളരെ വളരെ ആഴത്തിൽ ദൈവം എന്നോട് സംസാരിക്കുന്നുകൊണ്ടാണ് ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില കണ്ണിലൂടെ കയറിയ പാപം ഹൃദയത്തിനകത്ത് വളർന്ന് അത് പിന്നത്തേതിൽ വലിയ ദോഷമായി പ്രാർത്ഥിക്കുമ്പോഴും കണ്ണടയ്ക്കുമ്പോഴും ഒക്കെ ഹൃദയത്തിനകത്തേക്ക് മറ്റുള്ള മോഹിച്ച വ്യക്തിയുടെ ഫോട്ടോ മുൻപിൽ വരുന്ന തരത്തിൽ നിങ്ങളായിത്തീരുന്നെങ്കിൽ അർത്ഥം നിങ്ങൾ നരകത്തിന് ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ ദൂതെന്ന് പകൽ ഏറ്റെടുത്തുകൊണ്ട് പറയണം, കർത്താവേ എൻ്റെ കണ്ണുകളൊന്ന് ശുദ്ധീകരിക്കണമേ. ആരും നീതീകരിക്കൊന്നും വേണ്ട. പറയണം, കർത്താവിൻ്റെ കണ്ണുകളെ ശുദ്ധീകരിക്കണമേ, എൻ്റെ കണ്ണുകളെ ശുദ്ധീകരിക്കണമേ. വലത്തെ കരം നമ്മുടെ കണ്ണിലേക്കൊന്ന് വച്ച്, 2 കണ്ണിലേക്കൊന്ന് വച്ചപ്പോ എൻ്റെ കണ്ണിനെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാമോ? ഒരു പക്ഷേ നിങ്ങൾ പാപമില്ലാതിരിക്കാൻ, പക്ഷെ ഒന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ കണ്ണുകളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. നിഷ്കളങ്കമായത് പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളെ പോലെ പാപം ചെയ്യാൻ അനുവദിക്കല്ലേ അപ്പാ. കണ്ണുകൊണ്ട് പാപം ചെയ്യാൻ അനുവദിക്കല്ലേ അപ്പാ.
കർത്താവെ, അടിയനെ താഴ്ത്തുന്നു, അങ്ങയുടെ ജനത്തെ താഴ്ത്തുന്നു. ഈ കണ്ണുകൊണ്ട് പാപജാതികൾ അനുവദിക്കല്ലേ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ കണ്ണുകൾ ചിലതിനെ വിലക്കുവാൻ കൃപ ചെയ്യണമേ, യേശുവിന്റെ നാമത്തിൽ പിതാവേ. ഞാൻ ഇത്രയും തുറന്നു പറയാൻ കാരണം 80 വയസ്സുള്ളപ്പോൾ, ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞതാണ്, 80 വയസ്സുള്ളപ്പോൾ ഇയ്യോബ് പറയുന്നു, വയസ്സുകാലം 80 വയസ്സിൽ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഒരു കന്യകയെ ഞാൻ എങ്ങനെ നോക്കും. 80 വയസ്സിൽ പറയുന്നു, ഞാൻ കണ്ണുമായി നിയമം ചെയ്തു. അതുകൊണ്ട് കണ്ണുമായി നിയമം ചെയ്ത് ഇവിടെ നിന്ന് പോകണം ദൈവമക്കൾ. സത്യം നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ ആത്മീയം ചോർന്നു പോകുന്നത് നോട്ടങ്ങളിലൂടെയാണ്. അഭിഷേകം ചോരുന്ന നോട്ടങ്ങളിലൂടെയാണ്. ഒന്നുകൂടെ ചിന്തിക്കാം നമുക്ക്. നാവിനാലുള്ള പാപം പറഞ്ഞ് അടുത്ത, ഹൃദയം കൊണ്ടുള്ള പാപം, കിടക്കയിലുള്ള പാപം, ദൈവത്തോടുള്ള പാപം, കണ്ണാലുള്ള പാപം. ഇനി പാപത്തിന്റെ ശമ്പളം റോമർ 6:23 മരണമത്രേ. കാണാതറിയാവുന്ന വാക്യം. പാപത്തിന്റെ ശമ്പളം മരണമാണ്. ശരീരത്തിലെ മരണമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിന്റെ മരണം, അത് നരകമാണ്. എന്നാൽ പാപത്തിന്റെ ശമ്പളമായ മരണം, ഒരുവൻ ലോകത്തിന്റെ മുഴുവൻ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയുടെ കൊലമരത്തിൽ തൂങ്ങിയാടി. പക്ഷേ ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ പ്രാണപ്രിയൻ പാപത്തിന് ശമ്പളമായ മരണം സ്വയം ക്രൂശിൽ വഹിച്ചു. ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കുന്നു. ബറബാസായ എന്നെയും നിങ്ങളെയും വെറുതെ വിട്ടുകൊണ്ട് അവിടുന്ന് കാൽവറിയിൽ പാപത്തിന്റെ ശമ്പളമായ മരണം ഏറ്റെടുത്തു. യെശയ്യാവിന്റെ പ്രവചനം നിങ്ങൾ വായിക്കൂ. യെശയ്യാവ് എടുത്ത 53-ാം അധ്യായം 5-ാമത് വാക്യം. യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായം 5-ാമത് വാക്യം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ പാപങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ യേശുവിന്റെ മേലായി. യേശുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നത്. എത്ര പേർ ആമേൻ പറയും? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവിടെ നിന്ന് തകർന്ന് മുറിവേറ്റുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ യേശുവിന്റെ മേലായി. കാൽവരി നോക്കാൻ കാണാം, ഒരു ഇറച്ചി കഷണം കിടക്കുന്നത് പോലെ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ ഒരുവന് കിടക്കുന്നു. എന്റെ മരണം വഹിച്ചതാണ്, എന്റെ പാപത്തിന് ശിക്ഷ ഏറ്റെടുത്തതാണ്. ഈ പകൽ ക്രൂശിലേക്ക് നോട് പറ, ഞാൻ മനഃപൂർവ്വം ഇനി പാപം ചെയ്യില്ല കർത്താവേ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യം. പാപം ചെയ്യുന്നവൻ, ആ വാക്യത്തോടെ നമ്മൾ ആ വിഷയം ക്ലോസ് ചെയ്ത് അടുത്ത പോയിന്റിലേക്ക് ഇറങ്ങുന്നു. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസന്. എന്താ ദാസൻ? അടിമപ്പണി ചെയ്യുന്നവൻ, കൂലിപ്പണി ചെയ്യുന്നവൻ. യജമാനനും ദാസനും. പാപം യജമാനനും, പാപം ചെയ്യുന്നവൻ ദാസനും. എല്ലാവരും കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അതിന്റെ ദൂതിന്റെ ആഴം പിടികിട്ടുന്നുണ്ടോ? ഭയങ്കര ദൂതാണത്. പാപം ചെയ്യുന്നവൻ ദാസനും പാപം യജമാനനുമായി മാറും. പിന്നെ അവൻ പറയുന്നത് മൊത്തം അനുസരിക്കേണ്ടി വരും. അനുസരിച്ച് നമ്മൾ അറിയാതെ നരകത്തിന്റെ ആടുകളായി മാറും. അതുകൊണ്ട് പാപത്തെ ദാസനാക്കണം, നീ യജമാനനാവണം. ക്രിസ്തുവിൽ നീ യജമാൻ, നീ അതിനെ ഭരിക്കണം, അത് നിന്നെ ഭരിക്കരുത്. സ്തോത്രം. ഇനി രണ്ടാമത്തെ തടവറ, രോഗത്തിന്റെ തടവറ. ഒന്നാമത്തെ തടവറ ഏതാണ്? പാപത്തിന് തടവറ. സ്തോത്രം. നമ്മുടെ വിഷയം എന്താണ്? അർദ്ധരാത്രികളിൽ ദൈവപ്രവൃത്തി. രാത്രിയിലോ കർത്താവിന് കാരാഗ്രഹത്തിൽ നിന്ന് അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. നമ്മുടെ വിഷയം എന്താണ്? ആമേൻ. ഒന്ന് പാപത്തിന് തടവറ, പിന്നെ രോഗത്തിന് തടവറ. രോഗം നമുക്ക് എല്ലാവർക്കും വരുന്നതാണ്. ഏത് രോഗം? ഏറ്റവും ചെറിയ രോഗം ഏതായിരിക്കും? അല്ലേ, ജലദോഷം ഒരു ചെറിയ വലിയ രോഗമാണോ? പിന്നെ കാലുവേദന, കൈവേദന, മുട്ടുവേദന, നഖത്തിന്റെ ഇടയിലൊരു വേദന, അല്ലേ? പല്ല് വേദനയായിട്ടില്ല, പക്ഷെ ഊനിനകത്ത് ചെറിയൊരു തരിപ്പ്, ചെറിയൊരു വേദന, അല്ലേ? തലവേദന. തലവേദന പല ടൈപ്പുണ്ട്. ഹൈടെക് തലവേദന ഉണ്ട്. അതാണ് ബ്രെയിൻ ട്യൂമറൊക്കെ എന്നൊക്കെ പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് വന്നതുപോലെ. സ്തോത്രം ചെയ്യുന്നു. പിന്നെ ചെറിയ തലവേദന, ഉറക്കം
ഒഴിഞ്ഞതിനുള്ള തലവേദന, ഇന്ന് രാവിലെ പാല് കിട്ടിയില്ല, ചായ കുടിച്ചില്ല, അങ്ങനെയുള്ള തലവേദന അല്ലേ? ഇന്ന് പത്രം രാവിലെ വായിക്കാൻ പറ്റില്ല, അങ്ങ് 2 നുണ പറയാൻ പറ്റിയില്ല, അങ്ങനെയുള്ള തലവേദന. അങ്ങനെയൊക്കെ തലവേദന പല ടൈപ്പുണ്ട്. സ്വത്രമൊക്കെ പറ, എന്തെല്ലോ ആ തലവേദന, കൊച്ചു കൊച്ചു രോഗങ്ങൾ. പക്ഷെ ഈ കൊച്ചു കൊച്ചു രോഗങ്ങളൊക്കെ പെട്ടെന്നങ്ങ് മാറും. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ മതി, ഇപ്പം ചൂടുവെള്ളം കുടിച്ചാൽ മതി, ഒന്ന് ആവി പിടിച്ചാൽ മതി. പക്ഷെ ഈ വലിയ രോഗം, വൈദ്യശാസ്ത്രത്തിനൊരു മാറ്റാൻ പറ്റാത്ത രോഗം ആര് മാറ്റും? പറ. എൻ്റെ യേശു മാറ്റും. അങ്ങനെ എൻ്റെ യേശു മാറ്റും. യേശുവിൻ്റെ വചന രക്തം, യേശുവിൻ്റെ വചന രക്തം വൈദ്യശാസ്ത്രത്തിന് കഴിയാൻ കാമൻ എന്ന് പറഞ്ഞാൽ പലരും രോഗത്തിന് തടവറയ്ക്കകത്ത് കിടക്കുകയാണ്. ഒരു രോഗം വന്നാൽ പലരും ജയിലിനകത്ത് കിടക്കും പോലെയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കയറി വരാൻ പറ്റുന്നില്ല. ഇവിടെ മൈൻഡ് ഡിപ്രഷൻ ആവുകയാണ്. ഞാൻ മരിച്ചു പോവോ? എൻ്റെ കൊച്ചിൻ്റെ കാര്യം എന്താവും? മോൻ്റെ കല്യാണം കണ്ടില്ല, എൻ്റെ കൊച്ചിൻ്റെ ഭാവി കാണാൻ പറ്റും. ചിന്തയാണ്. രാത്രി കിടന്ന് ചിന്തിച്ച് ഉറക്കം വരാത്തത് എവിടെയാണോ? വയറിലാണോ പ്രശ്നം? ഹാർട്ടിലാണോ? അവിടെ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ശ്രദ്ധ അങ്ങോട്ട് പോകും തോറും ആ രോഗം പറയും, ഞാൻ നിന്നെ കൊല്ലുപടി, ഞാൻ നിന്നെ കൊല്ലുപടാ. നമ്മളതിന് അഡിഷനായി പോകും. ആ ഒരു അവസ്ഥ ആണ് തടവറയിലെ രോഗി. അല്ലാതെ മാനസിക ആശുപത്രിയുടെ തടവറയില്ല പറയുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? തടവറയിലെ രോഗി എന്ന് പറയുന്നത് രോഗം നിമിത്തം ഭയം കൊണ്ടുവരിക. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ശ്വാസം മുട്ടലുള്ള ഒരു രോഗി TV വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് വാർത്തയിൽ ഇങ്ങനെ കാണിച്ചു, കോവിഡ് വന്നു, അല്ലെങ്കിൽ ശ്വാസം മുട്ടി പെട്ടെന്നൊരാള് മെഡിക്കൽ കോളേജിൽ മരിക്കുന്ന ഒരു ദൃശ്യം, മരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടു. രാത്രി നിങ്ങൾ ഉറങ്ങില്ല, നിങ്ങളുടെ മനസ്സിലേക്ക് ആ കാഴ്ച വരും. ശരിയല്ലേ? 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 ശരിയാണ്. ഇതിനെ പറയുന്ന പേരാണ് മരണഭയം. എന്താണ് ഭയം? ഈ മരണഭയം രോഗഭയവും അനിയനും ചേട്ടനുമാണ്. രോഗഭയമാണ് വളർന്ന് എവിടെ പോകുന്നത്? അക്സ, രോഗഭയം വളർന്ന് എവിടെ പോവും? നിങ്ങളുടെ കൂടെ ഉണ്ടോ? പക്ഷേ നിങ്ങൾ അറിയേണ്ടത്, ഒരുവൻ 33.5 വയസ്സിൽ യൗവന പ്രായത്തിൽ ക്രൂശിൽ രോഗം വഹിച്ചു. അവിടെ നിന്ന് അറിയാതെയും അനുവദിക്കാതെയും നിനക്കൊരു പോറൽ പോലും വരില്ല. ആ പദം മറക്കരുത്. അവിടെ നിന്ന് അറിയാതെയും അവിടെ നിന്ന് അനുവദിക്കാതെയും നിനക്കൊരാകാല മരണം സംഭവിക്കില്ല. ആ തടവറയിൽ നിന്ന് വെളിവാ, ആ ജയിലിൽ നിന്ന് വെളിയിറങ്ങ്. നിന്നെ ഭരിക്കുന്ന, നിന്നെ അടിമയാക്കുന്ന തടവറയെ പൊട്ടിച്ച് വെളിവാ. ഇന്ന് പുതിയ രോഗശാന്തി, ഇന്ന് പകരി ഹോലാത്ത് സംഭവിക്കുമെന്ന് ദൈവാത്മാവ് ദൂതായി മാറുന്നു. അത്ഭുത രോഗശാന്തികൾ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. കർത്താവിന്റെ കരം ഇന്ന് പകലിൽ രോഗത്തിന്റെ തടവറകളെ പൊട്ടിച്ച് ഹല്ലേലൂയ. യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയ വിധം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പ്രസംഗിക്കുന്നില്ല. ഒരു 2, 4, 6, 9 ചിന്തകളാണ്. അത് അടുത്ത ആഴ്ച പ്രസംഗിക്കുക. 1 ലൂക്കോസ് 14:4 തൊട്ട് സൗഖ്യമാക്കി. 2 ശാസിച്ച് സൗഖ്യമാക്കി. 3 കൈവച്ച് സൗഖ്യമാക്കി. 5 ഭൂതങ്ങളെ പുറത്താക്കി സൗഖ്യമാക്കി. 6 ആലയത്തിനകത്ത് വന്നവരെ സൗഖ്യമാക്കി. 7 തന്നെ അനുഗമിച്ചവരെ സൗഖ്യമാക്കി. 8 തന്നെ കാൽക്കരുന്നവരെ സൗഖ്യമാക്കി. 9 വചനത്തെ സൗഖ്യമാക്കി. 10 പ്രാർത്ഥന കേട്ട് സൗഖ്യം. 10 കാര്യങ്ങളാണ്. തൊട്ട് സൗഖ്യമാക്കി, 2 ശാസിച്ച് സൗഖ്യമാക്കി, കൈവച്ച് സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി സൗഖ്യമാക്കി, ആലയത്തിനകത്ത് വന്നവരെ സൗഖ്യമാക്കി, തന്നെ അനുഗമിക്കാൻ തീരുമാനമെടുത്തവരെ സൗഖ്യമാക്കി, കാൽക്കലിരുന്നവരെ സൗഖ്യമാക്കി, വചനം പറഞ്ഞ് സൗഖ്യമാക്കി, അടുത്ത് പ്രാർത്ഥിച്ചവരുടെ പ്രാർത്ഥന കേട്ട് സൗഖ്യമാക്കി. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകലിൽ രോഗസൗഖ്യം ആവശ്യമുണ്ട്? ഏകദേശം എല്ലാവർക്കും ആവശ്യമുണ്ട്. അവിടുത്തെ വചനം അവിടെ നിന്ന് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഭവനത്തിലെത്തും മുമ്പേ സൗഖ്യമായിരിക്കും. ഇന്ന് പോലെ വിശ്വസിച്ചാൽ ഇവിടെ വെച്ച് സൗഖ്യമാകും. സൗഖ്യങ്ങൾ പ്രാപിച്ച പലരും ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമുക്ക് ദൈവസ്ഥലത്ത് എഴുന്നേൽക്കാം. അത്ഭുതകരമായ ചില വിടുതലുകൾ ഈ ദൂതിലൂടെ ദൈവം നയിക്കാൻ പോവുകയാണ്. നമ്മിൽ വന്നുപോയ പാപങ്ങൾ